റളിയല്ലാഹു അൻഹു അവരുടെ ഹദ്റത്തിലേക്കാണല്ലോ പോകുന്നത്. അവരെ കുറിച്ച് ഒരല്പം നമുക്ക് സംസാരിക്കാം. എല്ലാവരും ഫ്രീ ആണല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ടവര് ഹിജ്റ വർഷം 500 ഈ ലോകത്തേക്ക് ഭൂജാതനാകുന്നത്. 578 ജുമാദുൽ ഊല 12 അവിടുന്ന് വഫാത്താകുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതും ജുമാദുൽ ഊലയിലാണ്. അതാ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയതാകുന്ന ആ ദിവസമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ആണ്ടുണ്ടായിരുന്നത്. മനസ്സിലാക്കണം. അപ്പൊ 4 ദിവസങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ സമയം തന്നെ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റിയത് വലിയ തൗഫീഖാണ്. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സിഹത്ത് പ്രദാനം ചെയ്യട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു അവർക്ക് നസീബാക്കട്ടെ. മനസ്സ് എല്ലാവരും ക്ലിയർ ചെയ്യാൻ നമ്മൾ പോകുന്നത് മനസ്സ് നോക്കി കാണുന്ന, മനസ്സിനെ ശുദ്ധീകരിക്കാൻ കെൽപ്പുള്ള, കഴിവുള്ള മഹാനാകുന്ന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെ ഹദ്റത്തിലേക്കാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഔലിയാക്കളുടെ നേതൃത്വങ്ങളാണ് കുതുബുകൾ എന്നറിയപ്പെടുക. അവരിൽ തന്നെ ഏറ്റവും മർമ്മപ്രധാനമാക്കപ്പെട്ട 4 അഖ്താബീങ്ങളുണ്ട്. അതിൽ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ആളുകളിൽപ്പെട്ട ആളാണ്, അഥവാ ഒന്നാമത്തത് മഹാനാകുന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഹിജ്റ എത്രയിലാണ്? ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ഹിജ്റ 470 ബഹുമാനപ്പെട്ടവരുടെ ജനനം, റമദാൻ 1. അവിടുന്ന് വഫാത്തായത് ഹിജ്റ 561 റബീഉൽ ആഖിറിലാണ്. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജന്മമെടുത്തു 30 വയസ്സ് പൂർത്തിയാകുന്ന സമയം മഹാനാകുന്ന അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ജനിക്കുന്നു. ഹിജ്റ 500. ശരിക്കും മനസ്സിലാക്കണം. ഹിജ്റ 578 ബഹുമാനപ്പെട്ട വഫാത്താകുന്നത്. അഥവാ 78 വയസ്സുണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത് എന്നർത്ഥം. അതുപോലെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കും. പോകുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്ന സമയത്ത് 78 വയസ്സാണ് പ്രായമുള്ളത്. അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ദീനിനു വേണ്ടി സേവനങ്ങൾ ചെയ്തത് ധാരാളമാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ 2 വിവാഹം കഴിച്ചു. ആ 2 വിവാഹത്തിലൂടെയും അല്ലാഹു 6 മക്കളെ സമ്മാനിച്ചു. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചരിത്രം വളരെ വിശാലമാണ്. ഞാൻ വളരെ ചുരുക്കി ഒന്ന് വിവരിക്കുകയാണ്. ധാരാളം സമുന്നതരാകുന്ന ആലിമീങ്ങളിൽ നിന്ന് വിജ്ഞാനം അദ്ദേഹം കരഗതമാക്കി. ഔലിയാക്കളുടെ നേതൃപടത്തിലേക്ക് അദ്ദേഹം എത്തണമെങ്കിൽ തന്നെ എത്രയേറെ ത്യാഗം സഹിച്ചിട്ടുണ്ടാവണം. നമുക്കറിയാം, വെറുതെ ഒന്നും ഒരാൾ വിലായത്തിലേക്ക് എത്തൂല. വിലായത്ത് കിട്ടണമെങ്കിൽ അതിന് പണിയെടുക്കണം. ശരിക്കും മനസ്സിലാക്കണേ, വിലായത്ത് കിട്ടണമെങ്കിൽ നല്ല പണി അത്യാവശ്യം വേണം. എന്ന് പറഞ്ഞാൽ അമല് അനിവാര്യമാണ്. ഒരാൾക്ക് തങ്ങളുകുട്ടിയാകണം, സയ്യിദാകണമെങ്കിൽ അയാൾ പ്രവാചകരുടെ പരമ്പരയിൽ വന്നാൽ മതി. അവർക്ക് വലിയ സ്ഥാനമാണ്. 1000 ഔലിയാക്കൾ ഒരുമിച്ചാലും ഒരു സയ്യിദാവൂല. ശരി തന്നെയാണ്. പക്ഷെ സയ്യിദാകാൻ പ്രവാചക പരമ്പരയിൽപ്പെട്ടതാകുന്ന ആരിലെങ്കിലും ഒരാളിൽ ജന്മം കിട്ടിയാൽ മതി. തീർച്ചയായും അവർ സയ്യിദാവും. അവർക്കൊരു പണിയും എടുത്ത് അവർ സയ്യിദായതല്ല. ഒരു നിസ്കാരമോ ഒരു നോമ്പോ ഒരു ഇബാദത്തോ ഒന്നും തന്നെ പ്രത്യേകമായി ചെയ്തിട്ട് കിട്ടിയ പദവിയല്ല. സയ്യിദന്മാരുടെ പരമ്പരയിൽ അവർ വന്നു എന്ന കാരണത്താൽ അവർക്ക് കിട്ടിയ മഹത്വമാണ്. ആ രക്തത്തിന്റെ മഹത്വമാണ്, ആ കുടുംബത്തിന്റെ മഹത്വമാണ്. നേരെ മറിച്ച് അംബിയാ മുർസലീങ്ങളിൽ ഉൾപ്പെടാനും ആർക്കും പറ്റൂല. അംബിയാക്കളാകാനും നമുക്ക് ആർക്കും പറ്റൂല. കാരണം അംബിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്തു. ലോകത്തെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമാണ് അംബിയാ മുർസലീങ്ങൾ. അത് 1,24,000 പേരാണ്. അവരുടെ കോറവും തീർന്നു, പരിപൂർണമായി അത് അസ്തമിച്ചു. അവസാനത്തെ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒന്നാമത്തെ പ്രവാചകൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമാണ്. ശരീഅത്ത് കൊണ്ട് നിയമിക്കപ്പെട്ടതാകുന്ന പ്രവാചകൻ, അഥവാ ജനങ്ങളിലേക്ക് ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച പ്രവാചകൻ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമാണ്. ഇതിന്റെ അവസാന ഖണ്ഡിയായി 1,24,000 അംബിയാ മുർസലീങ്ങൾക്ക് അവസാനത്തെ വ്യക്തിത്വമായി കടന്നു വന്നു നമ്മുടെ പുണ്യ നബി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ കണ്ണിയാണ്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഖാതിമുൻ നബിയ്യനാണ്. ഒരു കത്ത് എഴുതി അവസാനമാണ് അതിന് സീല് വെക്കുക, ഒപ്പിടുക. അവസാനത്തെ വ്യക്തി സീല് വെച്ചു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസരണവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസരണം എത്തിച്ച് 23 സംവത്സരങ്ങൾ കൊണ്ട് ദ്വീപുകളിലും ഉപദ്വീപുകളിലും എല്ലാ രാജ്യങ്ങളിലും രാജ്യാന്തര സ്ഥലങ്ങളിലേക്കും എല്ലാ തുറകളിലേക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസരണം എത്തിക്കാൻ പരിശുദ്ധ പ്രവാചകരുടെ കാലത്ത് തന്നെ, സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ സാധിച്ചു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പരിശുദ്ധമായ ഇസ്ലാം എത്താറില്ല. എല്ലാ സ്ഥലങ്ങളിലേക്കും കടൽ കടന്ന് കര കടന്ന് എല്ലാ ഭൂമികളിലേക്കും പരിപൂർണമായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസരണം എത്തി. ഇനി ആ പ്രവാചകനാണെന്ന് വാദിച്ച് ഇനി ആരും വരണ്ട. അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി, സജാഹ് ലഅനത്തുല്ലാഹി അലൈഹി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ കള്ളപ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഞാനാണ് പ്രവാചകൻ, ഞാനാണ് പ്രവാചകൻ. നമ്മുടെ നാട്ടിൽ തന്നെ അഹമ്മദ് ഖാദിയാനി എന്നറിയപ്പെടുന്നതാകുന്ന ആൾ വന്നില്ലേ? ഖാദിയാനികളെ ഇസ്ലാമിൽപ്പെട്ടവരല്ല എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം എന്തുകൊണ്ട്? അഹമ്മദ് എന്ന പേര് വെച്ച ഒരാൾ അവസാനമായി കടന്നു വരുമെന്ന പരിശുദ്ധമായ ഖുർആനിലുള്ളത് എടുത്തു പറഞ്ഞ് ഞാനാണ് അഹമ്മദ്, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞ് കടന്നു വന്ന മനുഷ്യനെ ലോക മുസ്ലിമീങ്ങൾ ഒന്നായി എതിർത്തുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്, ഇനി ഒരു പ്രവാചകനില്ല, നീ കള്ളനാണെന്ന് പറഞ്ഞ് എല്ലാവരും മാറ്റി നിർത്തുകയും ചെയ്തു. അവരെ ഇസ്ലാമിന്റെ പുറത്തായി, പടിക്ക് പുറത്താക്കി പരിശുദ്ധമായ മുഅ്മിനീങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ അവരെ മാറ്റി നിർത്തി, ചെറുത്തു നിർത്തിയതാകുന്ന ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് അമ്പിയാക്കളിലെ ഉൾപ്പെടാൻ ഇനി ആരും മെനക്കെടണ്ട. നബിമാർ ക്ലോസ് ചെയ്തു. ഇനി ഒരൊറ്റ നബിയും വരാനില്ല. ലാ നബിയ മഅദി, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നബിയാകാൻ നമുക്ക് ആർക്കും പറ്റില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ ഉൾപ്പെടാൻ പറ്റിയോ? അതും നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം നമ്മളാരും ആ കാലത്ത് ജീവിച്ചവരല്ല. നബിയെ അല്പസമയമെങ്കിലും കാണുകയും പ്രവാചകരുടെ ചാരത്ത് സഹവസിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബത്ത് എന്നുള്ളതാകുന്ന മഹനീയമായ പദവി അല്ലാഹു നൽകുക. തീർച്ചയായിട്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാരാകാൻ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല. സഹാബത്തിനോട് സൗഹൃദ ബന്ധം സ്ഥാപിച്ചവർക്ക്, സുഹബത്ത് കിട്ടിയവർക്ക് താബീങ്ങൾ എന്ന് പറയും, അവരിൽ കൂടിയിട്ടില്ല. താബീങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് തബൗ താബീങ്ങൾ എന്ന് പറയും, അവരിലും ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അഥവാ ഉത്തമമാക്കപ്പെട്ട 3 നൂറ്റാണ്ടുകളിലും വസിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നമ്മൾ വസിക്കുന്നത് 1400 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 1400 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ജന്മമെടുക്കുന്നത്, ജീവിച്ചു പോകുന്നത്. ഇല്ലെങ്കിൽ 1300-ന്റെ അവസാന കാലഘട്ടം ഹിജ്റ പറയുകയാണെങ്കിൽ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കി നമുക്കിനി പറ്റുന്നത് ഒന്നേ ഉള്ളൂ. കഴിയുമെങ്കിൽ നല്ല അമൽ ചെയ്ത് വിലായത്തിന്റെ അഖിലുകാർ നേടിയെടുത്ത ആത്മീയത പരിപൂർണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവരിൽ ഒരാളാകാൻ വേണ്ടി പരിശ്രമിക്കാം. ശരിക്കും മനസ്സിലാക്കണേ, അമ്പിയാക്കളുടെ കോറം പരിപൂർണമായി അടയപ്പെട്ടിട്ടുണ്ട്. സ്വഹാബത്താകാൻ നമുക്ക് സാധിക്കില്ല, താബീങ്ങളാകാൻ നമുക്ക് സാധിക്കില്ല, തബൂത്താബീങ്ങളാകാൻ സാധിക്കില്ല. 1300ഓളം വർഷം ജീവിച്ചു പോകുന്നതാകുന്ന മഹത്വത്തിൽ ഉൾപ്പെടാൻ നമുക്ക് പറ്റിയില്ല. കാരണം നമ്മളൊന്നും ആ കാലക്കാരല്ല. പക്ഷെ നമുക്ക് ഇനി പറ്റുന്നതൊന്നും. എന്താണ് പറ്റുന്നത്? വലിയാകാൻ പറ്റും, വലിയാകാൻ പറ്റും. ഏത് വലിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുഹാദിബു അല ത്വാആതി അൽ മുജ്തനിബു അൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ അഫവാത്. ഒരു വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താണ്? ആരാണ് വലിയ? ശരിക്കും മനസ്സിലാക്കേണ്ട വാക്കാണ്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏതെങ്കിലും പച്ച പതിച്ചതാകുന്ന റൂമിൽ പരിപൂർണമായി പച്ച ടീഷർട്ട് ഇട്ട് പച്ച ഒരു ഒല്ലിയും തലയെ ചുറ്റി ഒരു വലിയ തലയെക്കെട്ടും പച്ചയിൽ തന്നെ കെട്ടി പച്ച മോതിരം കൈവെള്ളയിൽ ഒരു 50 എണ്ണം ധരിച്ച് കൈവെള്ളയിൽ യാഹു എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന, കൈമൊഴി മുഴുവൻ സിഗരറ്റ് നിറച്ചു പിടിച്ചിരിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന വലിയനെയാണ് വലിയ. അതല്ല വലിയ, അത് വേറെ വലിയാണ്. സിഗരറ്റ് വലിച്ചു നോക്കുന്നത് വലിയ എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ, അല്ലാഹുവിനെ കുറിച്ച് അഗാധമായ അറിവിന്റെ ആഴം തീർത്തവർക്ക് വലിയ എന്ന വാക്ക് തന്നെ പറയാൻ പാടുള്ളൂ എന്ന് മഹാനാഗതി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് ശറഹുൽ അഖായിദ് അടക്കമുള്ള
ആദർശപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും അയിമത്തുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ നല്ലതുപോലെ അറിവിന്റെ ആഴം തീർത്തിട്ടുള്ള വ്യക്തികൾക്ക് വലിയ എന്ന വാക്ക് തന്നെ പറയാൻ പാടുള്ളൂ. അങ്ങനെ അറിവിന്റെ ആഴം തീർത്തിട്ടുള്ള വ്യക്തിയാണ് മഹാനാകുന്ന മഹീദ് ശൈഖ് റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, 33 വർഷം ഇവ പഠിച്ച മഹാനാൻ അഹ്മദ് കബീർ റിഫായി തങ്ങൾ ദിവസങ്ങളോളം വർഷങ്ങളോളം അതിനുവേണ്ടി മാസങ്ങളോളം ജീവിതം ഒഴിഞ്ഞു വെച്ച് മാറ്റിവെച്ച് ആധ്യാത്മിക ലോകത്ത് നിലകൊള്ളുന്നതാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ കീഴിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ട് നിലകൊണ്ടനായനാകുന്ന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് അഹ്മദുൽ കബീർ എന്ന പേരിലേക്ക് റിഫായി എന്ന പേര് കൂടി ചേർക്കുന്നു. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, മാത്രമല്ല ഒരു വലിയൊരു വീണ്ടും ഉണ്ടാകേണ്ട ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടാകേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിലേക്ക് പരിപൂർണമായി വഴിപ്പെട്ടുകൊണ്ട് നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും ഹജ്ജും ഉംറയും എന്ന് വേണ്ട റബ്ബിന് വഴിപ്പെടേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ പരിപൂർണമായി വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് വലിയ എന്ന വാക്ക് പറയാൻ പാടുള്ളൂ. നിസ്കാരമില്ലാത്ത, കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന, വിഭജിച്ചുകൊണ്ട് നിലകൊള്ളുന്ന, സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന, സീരിയൽ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന, അശ്ലീലതയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നതാകുന്ന ആളുകൾക്ക് യാതൊരു കാരണവശാലും ഈ പദം ഒരിക്കലും ചേർത്ത് പറയാൻ പാടില്ല. നമ്മൾ പലപ്പോഴും നാട്ടിൽ കാണുന്ന കള്ള ചിഹ്നമ്മമാർ, കള്ള ചിഹ്നപ്പമാർ, ചികിത്സയുടെ മറവിൽ നടത്തുന്നതാകുന്ന ചൂഷണ മുറകൾ എത്രയോ ആധിക്യമാണ്. നമ്മൾ എത്രയോ കാണുന്നു, കൺമുന്നിൽ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകളെ സമ്പത്താണ് അടിച്ചുകൊണ്ടു പോകുന്നത്. എത്രയോ ആളുകളാണ് അത്തരത്തില് ജനങ്ങളുടെ സമ്പത്ത് പരിപൂർണമായി ഇല്ലാതാക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തരക്കാർ ഈമാനില്ലാത്തവരായി പോകും. നമ്മുടെ സമൂഹത്തിൽ തന്നെ പരധരിച്ച ദീനീ ബോധമുള്ളതാകുന്ന എത്രയോ സഹോദരിമാർ, എത്രയോ കുടുംബങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയി, കണിയാന്മാരുടെ ചാരത്ത് പോയി കാര്യങ്ങളെ തീരുമാനിക്കുന്ന, കാര്യങ്ങളെ കണക്കിട്ട് നോക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവരെ അല്ല. മൻ ദഅ ഇല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനെ അല്ല. ആരാണവൻ? മൻ അതാ കാഹിരൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ സമീപത്തേക്ക് ചെന്നു, ثم صدقه بما يقول, അവൻ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി വാസ്തവീകരിച്ചു, ശരിയാണെന്ന് അംഗീകരിച്ചു. നമ്മുടെ നാട്ടിലുള്ളതാകുന്ന പല ആളുകളും വലിയ മുതലാളിമാരുണ്ട്, വലിയതാകുന്ന ആളുകളുണ്ട്, സമ്പന്നതയിൽ ഒത്തുകൂടി നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ആദർശപരമായി അവർ പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നവരാണ്. അവർ ഇത്തരക്കാരായ ആളുകളുടെ മുന്നിൽ പോയി നിൽക്കുന്നതിന് യാതൊരു മടിയുമില്ല. ഇന്നതാകുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ, വീടിന്റെ കുറ്റിയടി കർമ്മം നിർവഹിക്കാൻ, കടയുടെ കാര്യങ്ങളുടെ സമയങ്ങൾ കൃത്യമായി ക്രമീകരിക്കാൻ, എന്ന് തുറക്കണം, എന്ന് അടയ്ക്കണം, ഏത് രീതിയിൽ ഉദ്ഘാടിക്കണം എന്ന കാര്യത്തിന് വേണ്ടി കണിയാന്മാരെ പോയി സമീപിച്ച് അവരതാ കളം വരച്ച് കണക്കിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് പരിപൂർണമായി വിശ്വസിക്കുന്നതാകുന്ന സത്യവിശ്വാസിയെ പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായുണ്ട് അവിശ്വസിച്ചവനാണവൻ, അഥവാ കാഫിറാണവൻ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദായിറയിൽ നിന്ന്, വൃത്തത്തിൽ നിന്ന് പുറത്തുപോയവനാണവനെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവത്തിൽ പ്രവാചകൻ പറഞ്ഞ ഈ വാക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, എന്നോടൊപ്പം യാത്രയിൽ സംഗമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ നല്ലതുപോലെ ശ്രദ്ധിക്കും. നമ്മുടെ ജീവിതം വളരെ കുറഞ്ഞ കാലഘട്ടമാണ്. ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ശിർക്കിന്റെ കൂടാരത്തിലേക്ക് നമ്മൾ കയറരുത്. അഹ്ലുസുന്നയുടെ അജയ്യരായ പ്രവർത്തകരായി നമ്മൾ നിലകൊള്ളിൻ. ദീനിന്റെ കാവൽഭടന്മാരായി മാറി ആഖിറത്തെ പരിപൂർണമായി കരഗതമാൻ ഹറാമായ തലത്തിലേക്ക്, ഹറാമായ ചിന്തയിലേക്ക്, ഇത്തരക്കാരായ ശിർക്കിന്റെ വാഹകരിലേക്ക് ഒരിക്കലും നമ്മുടെ ജീവിതം കൊണ്ടുപോയി പണയം വെക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോ ഇൽമിന്റെ വാഹകരെ ഈ ലോക